കർഷകരുടെ അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ തന്നെ ചിത്രം വരയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവരുടെ ഏറ്റവും അടുത്തുള്ള ചങ്ങാതി എന്ന് പറയുന്നത് മണ്ണിരയാണ്. അപ്പോൾ ആ ചിത്ര പ്രദർശനത്തിന് മണ്ണിര എന്ന് പേരിട്ടു. എൻ്റെ ഇടവകയിലെ കൃഷിയിടങ്ങളിൽ ശേഖരിച്ച മണ്ണുകൊണ്ടാണ് ഈ മണ്ണിരയ്ക്കുള്ള മണ്ണ് ശേഖരിച്ചത്. അത് ചേർത്ത് ചിത്രം വരയ്ക്കുകയാണ് ചെയ്തത്. കർഷകരുടെ പ്രതിസന്ധികളാണ് ആ ചിത്രങ്ങൾക്കകത്ത് എല്ലാം ഉള്ളത്. എല്ലാം ഉപേക്ഷിച്ച് കുടിയേറ്റം മണ്ണിൽ ചെന്നതും അവിടെ നട്ടു നനച്ച് വളർന്നതും പിന്നെ അവരെ തന്നെ അതിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പതുക്കെ കൃഷിയിടങ്ങൾ വളർന്നു വന്നതും കാട്ടാനയും അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായതും പലരെയും നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ ഇടവകയിൽ പോലും കാട്ടാന ശല്യം രൂക്ഷമായൊരു നാടാണ്. അവിടെ ബിജു സാർ എന്ന് പറഞ്ഞ ഒരാളെ ആന ചവിട്ടി കൊന്നതാണ്. ഇപ്പം അതിലൊക്കെ കെട്ടി സുരക്ഷിതമായി. എങ്കിലും ആ ഭീതി പല നാടുകളിലും ഉണ്ടെന്ന് അറിയാം. അപ്പം അതുകൊണ്ടാണ് അത്തരം ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയത്. കർഷകർ ഭീഷ്മര് ശരശയിൽ എന്ന പോലെ റബ്ബർ കർഷകർ ഇങ്ങനെ പ്രതിസന്ധിയിൽ മരണം കാത്തു കിടക്കുകയാണ്. അതുകൊണ്ട് റബ്ബർ ചെയ്യാമെന്നൊരു ചിത്രം ചെയ്തിട്ടുണ്ട്. വീണ്ടും അധികാരം എപ്പോഴും കർഷകരുടെ മുതുകത്ത് നിൽക്കുന്നതിൻ്റെ സങ്കടം നമുക്കറിയാം. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചിത്രം, സിംഹാസനങ്ങൾ കർഷകൻ്റെ മുതുകത്തുറപ്പിച്ച ഒരു ചിത്രം അതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുന്ന ഒരു മൈഗ്രേഷൻ ഉണ്ട്. അത് കുടിയേറ്റം പണ്ട് വേറെയുള്ള കുടിയേറ്റങ്ങളായിരുന്നു. അത് മണ്ണാണ് നോക്കിയത്, വെള്ളമാണ് നോക്കിയത്. പക്ഷേ ഇന്ന് സൗകര്യങ്ങളാണ് നമ്മുടെ കുടിയേറ്റത്തിൻ്റെ വിഷയമായി മാറുന്നത്. അപ്പം അതും മൈഗ്രേഷൻ എന്നുള്ള ചിത്രത്തിൻ്റെ അകത്ത് വരച്ച് ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും എല്ലാം കോൺക്രീറ്റ് കൂടാരങ്ങൾ എന്ന് പറയുമ്പോഴും ഇത്തിരി മണ്ണ് മനസ്സിൽ സൂക്ഷിച്ച ഒരു മണ്ണിരയെയും മണ്ണിൻ്റെ മനസ്സുള്ള കർഷകരെയൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. മണ്ണിരയെ കാണുന്നില്ല മണ്ണിൽ. പലതരം വളപ്രയോഗങ്ങളുടെ പ്രത്യേകത കൊണ്ട് കർഷകരെയും കാണാതാവുമോ എന്നുള്ള ഭീതിയാണ് മണ്ണിര എന്ന ഈ പ്രദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതം ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് ആളുകൾ കൃഷിയെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ അത് വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്നു. ജപ്തിയും പലിശയൊക്കെ കൂടി അത് കർഷകരുടെ കൂട്ടായ ആത്മഹത്യയിലേക്കൊക്കെ വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വരണ്ട മണ്ണിൽ അവൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് എല്ലാം കൂടി ചേർത്തതിൻ്റെ മുകളിൽ പുതപ്പൊക്കെ വിരിച്ച് അവസാന മരണം അങ്ങനെയുള്ളൊരു ചിത്രം വരച്ചിരിക്കുന്നത്. കർഷകൻ്റെ കടബാധ്യതകളുടെ മേൽ അടിഞ്ഞു പോകുന്ന ജീവിതത്തെയാണ് അതിൽ വരച്ച് ചേർത്തിരിക്കുന്നത്. മണ്ണ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ചോദിച്ചാൽ അത് നമ്മൾ അധ്വാനിച്ച നമ്മുടെ വിയർപ്പ് വീണ മണ്ണാണ്. വിശന്നപ്പം നമുക്ക് അന്നം തന്ന മണ്ണാണത്. നമ്മുടെ വിയർപ്പ് വീണ വിശന്നപ്പോൾ അന്നം തന്ന ഒരുപക്ഷെ നമ്മളൊക്കെ ചവിട്ടി നിൽക്കുന്ന നിലപാടുകളുടെ മണ്ണാണത്. അതുകൊണ്ടാണ് മണ്ണ് തിരഞ്ഞെടുത്തത്. മണ്ണിര ഈ ചിത്രം വര വളരെ ആവശ്യത്തോടെ തോന്നിയൊരു വിഷയമായതുകൊണ്ട് 2 ദിവസം ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ്. അതിൻ്റെ പകല് മണ്ണിരയുമായിട്ട് ഉള്ള ചങ്ങാത്തത്തിലായിരുന്നു. വളരെ സന്തോഷകരമായ സമയങ്ങളായിരുന്നു ആ ചിത്രം വരച്ചതും പൂർത്തിയാക്കിയതും.